ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാ 9 മാസമായിട്ട് എൻ്റെ ഗാലറിയിൽ കിടന്നൊരു വീഡിയോ ഞാൻ പൊടി തട്ടിയെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ 3 പേരും കൂടെ പോകുന്നത് കൊല്ലം ആശ്രമ മൈതാനത്താണ്. മറൈൻ വേൾഡ് കാണാൻ പോയതാണ്. അപ്പോൾ അതാ കൊല്ലത്ത് പോകുമ്പോൾ എന്തായാലും എഴുത്താണിക്കട കയറണമെന്ന് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി ബൺ പൊറോട്ടയും മട്ടൻ കറിയും കഴിച്ചു. പക്ഷെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ആ ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് വീണ്ടും യാത്ര തിരിച്ചു. നേരെ ആശ്രമം സ്പോട്ടിലോട്ടാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഇതാ അവിടെ എത്തിയപ്പോഴോ ഒടുക്കത്തെ തിരക്ക്, പാർക്കിങ്ങും. ഇനി അവിടെ എന്നും ഇങ്ങനെ ഉള്ളതാണോയെന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആശ്രമം മൈതാനത്തോട്ട് ഞങ്ങൾ വണ്ടി കയറ്റിയപ്പം മഴ പെയ്തതിൻ്റെ വെള്ളക്കെട്ടുകളും ആ അന്തരീക്ഷമൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം മഴയൊക്കെ തോന്നുന്ന ഒരു തണുത്ത അന്തരീക്ഷമായിരുന്നു കേട്ടോ. എനിക്കവിടെ ഒരുപാട് ഇഷ്ടമായി. നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഗ്രൗണ്ട് എന്നുവെച്ചാൽ കുറേ ഇപ്പോൾ പ്രോഗ്രാംസൊക്കെ നടക്കുന്ന ഒരു ഫേമസ് മൈതാനമല്ല ആശ്രമ മൈതാനം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. അങ്ങനെ ഞങ്ങളിതാ മറൈൻ വേൾഡിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഒരു ഫിഷിൻ്റെ ഒരു സ്രാവോ എന്താ അതിന് പറയുന്നത്, ആ മീനിൻ്റെ വാ തുറന്ന് ഇങ്ങനെ ഇരിക്കുന്ന നിറച്ച് പല്ലൊക്കെ വെച്ചിട്ട് ആമിയൊക്കെ അത് കണ്ടിട്ട് അമ്മേ മീൻ വാ തുറന്നിരിക്കുന്നതൊക്കെ എന്നോട് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനിങ്ങനെ സ്ഥലം അന്വേഷിച്ച് നടന്ന് അവസാനം ഒരു സ്ഥലം കിട്ടി, വണ്ടി പാർക്ക് ചെയ്തു. ഇനി നേരെ നമ്മൾ ടിക്കറ്റ് എടുക്കാനാണ് പോകാം. ടിക്കറ്റ് എടുത്താലല്ലേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയി ടിക്കറ്റ് എടുത്തു. ഈ സമയം ഞാനും ആമയും കൂടെ അവിടെ അത്യാവശ്യം നല്ല വാൾപേപ്പറൊക്കെ, നല്ല ഫിഷിൻ്റെ വാൾപേപ്പറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുവാണ്. എല്ലാവരും നല്ല ഭംഗി. നമുക്ക് ഫോട്ടോയ്ക്കകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മളൊരു എന്താ പറയുന്നത്, സീയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ ഫോട്ടോയ്ക്ക്. അങ്ങനെ ഞങ്ങളും ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരച്ഛൻ ലോട്ടറിയും കൊണ്ടൊക്കെ വന്ന് ഞങ്ങൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറി എടുത്തു. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് ഇതാണ്. ആമിക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ടേ. അവക്ക് ഓർമ്മ ഇവിടെ തുടങ്ങാം. ഇവിടെ സ്റ്റാർട്ട് ഇതിനൊക്കെ ജീവനുണ്ട്. വാതിറക്കുന്നുണ്ട്.
ഇതേ പറ്റത്തുള്ളൂ ഇനി വലിച്ചോണ്ട് പോകും. Hey,